ഒരമ്മ, ഒരാൻറ്റി, ഒരു ചേച്ചി 2-3 നേരം അങ്ങനെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത്, അതിന് മുമ്പ് കണ്ടില്ല എന്തേ എന്നൊക്കെ ചോദിച്ചു. ഞാനിപ്പോഴാണ് ഒന്ന് പുറത്തിറങ്ങി എൻ്റെ മുഖം കാണിക്കാനും എനിക്കിങ്ങനെ വീഡിയോ ചെയ്യാനൊക്കെ പറ്റും, മറ്റുള്ളവർക്കും ഒരു എൻകറേജിങ് ഒക്കെ ആവട്ടെ എന്നുള്ളൊരു രീതിയിലേക്ക് വന്നത് ഈ ഒരു സമയത്താണ്. അതുവരെ എനിക്ക് ഭയങ്കര മടിയാണ്. മടി മാത്രമല്ല, എനിക്കാരെ ഫേസ് ചെയ്യാനൊന്നും വയ്യ. ഈ വേദനയായിട്ട് എനിക്ക് ഭയങ്കര വേദനയാണ്. വേദന എനിക്ക് സഹിക്കാൻ വയ്യ. ഈ വേദന കൊണ്ടിട്ട് ഞാൻ അങ്ങനെ അങ്ങ് കിടക്കും. ചിലപ്പോൾ വേദന അമിതമായിട്ട് വരുമ്പോൾ ടാബ്ലറ്റൊക്കെ കഴിക്കുമെങ്കിലും സഹിക്കാൻ കഴിയത്തില്ല. പിടിച്ചു നിൽക്കാൻ വയ്യാത്ത അവസ്ഥ വരുമ്പോൾ ഓർമ്മ പോയി, വേദന വന്നിട്ട് ഓർമ്മ പോകുന്ന അവസ്ഥ വരെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. പല സമയങ്ങളിലും അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ആ വേദന എന്ത് മാത്രമാണെന്ന്. എൻ്റെ സർജറിയൊക്കെ ഫെയിലായി എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങ് വല്ലാത്തൊരവസ്ഥയിലോട്ട് പോയി. പിന്നെ ഞാൻ ആലോചിച്ചു, എന്നെക്കൊണ്ട് ബാക്കിയുള്ളവർക്കും ഒരു വാക്ക് കൊണ്ടെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവണം. പിന്നെ എൻ്റെ മക്കൾക്കും വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെയൊക്കെ കരുതിയ മനസ്സിനെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ മോനെ എനിക്ക് ധൈര്യം തന്നിട്ട്, അമ്മ വീഡിയോ ചെയ്യും, അമ്മയ്ക്ക് ബാക്കിയുള്ളവരെല്ലാം ഹെൽപ്പ് ചെയ്യും, നമുക്കൊരു ഇൻസുലിൻ പമ്പൊക്കെ വാങ്ങാൻ കഴിയും, അതിൻ്റെയൊക്കെ ഒരു സഹായം കൊണ്ട് നമുക്ക് കുറേ നാൾ പോകാൻ പറ്റും, മറ്റുള്ളവർക്കൊരു മോട്ടിവേഷൻ ആവാനൊക്കെ അമ്മയെക്കൊണ്ട് കഴിയുമെന്നൊക്കെ പറഞ്ഞ് അവനൊരു നല്ലൊരു സപ്പോർട്ടാണ് അവൻ. അങ്ങനെ ഇരുന്നാണ് ഞാൻ വീഡിയോ ഒന്നും ചെയ്യാതിരുന്ന് ഞാൻ ഇപ്പോൾ വീഡിയോ ഒക്കെ തുടരെ ചെയ്യുന്നത്. എൻ്റെ ഒരു അവസ്ഥയും എൻ്റെ ഒരു ലക്ഷണങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അങ്ങനെ ആർക്കും ഈ ഒരു അസുഖം ഒരിക്കലും ഉണ്ടാവരുതെന്ന് ഓരോ നിമിഷവും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഈ വേദന താങ്ങാൻ പറ്റത്തില്ല. നമ്മുടെ എത്രയൊക്കെ പിടിക്കാൻ നോക്കിയാലും ചില സമയം നമ്മൾ ആ വേദനയ്ക്ക് അടിമപ്പെട്ടു. അങ്ങനെ ഒരു വേദനയാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയാണ് ഈ 3 ദിവസം കൊണ്ട് ഞാൻ അനുഭവിക്കുന്നത്. ഇന്നലെ ഈവനിങ്ങും ഈ വേദനയോടുകൂടി ഓർമ്മ പോയി. അങ്ങനത്തെ ഒരു അവസ്ഥ വരെ ഉണ്ടാകുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ മറ്റുള്ളവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. പ്രിയമുള്ളവരെ, ആരോഗ്യം എല്ലാവരും സൂക്ഷിക്കണം. എന്നും സ്നേഹം മാത്രം എപ്പോഴും. പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.